ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ഒരു പ്രോസാണ്. അമീറ്റാനിൻ്റെ മദർ ടങ് എന്ന പ്രോസ്. അമീറ്റാൻ അവരൊരു ചൈനീസ് അമേരിക്കൻ റൈറ്ററാണ്. അമീറ്റാൻ ഈസ് എ ചൈനീസ് അമേരിക്കൻ റൈറ്റർ ആൻഡ് നോവലിസ്റ്റ്. In 1985, she wrote the story Rules of the Game, which was the foundation of her first novel, The Joy Luck Club. അമീറ്റാൻ 1985 അവരുടെ ഫസ്റ്റ് സ്റ്റോറി എഴുതുന്നുണ്ട്, റൂൾസ് ഓഫ് ദ ഗെയിം. ആ റൂൾസ് ഓഫ് ദ ഗെയിം എന്ന സ്റ്റോറി സത്യത്തിൽ അവരുടെ ഫസ്റ്റ് നോവലായ വളരെ സെലിബ്രേറ്റഡ് നോവലാണ് ജോയ് ലക്ക് ക്ലബ്. അതിൻ്റെ ഒരു ഫൗണ്ടേഷനായിരുന്നു ആ റൂൾസ് ഓഫ് ദ ഗെയിമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജോയ് ലക്ക് ക്ലബ്ബ് വരുന്നത്. ദ ബുക്ക് എക്സ്പ്ലോർഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചൈനീസ് വുമൻ ആൻഡ് ദെയർ ചൈനീസ് അമേരിക്കൻ ഡോട്ടേഴ്സ്. ആ ബുക്കിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടുന്ന തീം ചൈനീസ് സ്ത്രീകൾക്ക് അവരുടെ ചൈനീസ് അമേരിക്കൻ ഡോട്ടേഴ്സുമായിട്ടുള്ള റിലേഷനാണ്. അതായത് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇതിൽ ഒരു അമ്മയെക്കുറിച്ച് മാത്രമാണ് അമീറ്റാൻ്റെ പ്രധാനമായ ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ അവർ ഈ ചൈനീസ് കൾച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രവാസികളായ ആളുകൾക്ക്, ഡയാസ്പോറിക് ഐഡൻറ്റിറ്റീസ് ഉള്ളവർക്ക്, അവർക്ക് അവരുടെ ചൈനീസ് കൾച്ചറിൽ നിന്ന് തിരിച്ചു പോരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, ഏതൊരു ഡയാസ്പോറയും പോലെ. എന്നാൽ അവരുടെ മക്കൾ അവർ ചൈനീസ് അമേരിക്കൻ കൾച്ചറിൽ വളരുന്ന കുട്ടികളാണ്. അവർ വീട്ടിൽ ചൈനീസ് ഐഡൻറ്റിറ്റി ഉള്ളവരും ചൈനീസ് കൾച്ചറുള്ളവരും പുറത്തിറങ്ങിയാൽ അമേരിക്കൻ കൾച്ചറിൽ വളരുന്നവരുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു കൺഫ്യൂഷൻ അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദ ബുക്ക് എക്സ്പ്ലോർഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചൈനീസ് വുമൻ ആൻഡ് ദെയർ ചൈനീസ് അമേരിക്കൻ ഡോട്ടേഴ്സ്. ഇറ്റ് റിസീവ്ഡ് ദ ലോസ് ഏഞ്ചൽസ് ടൈം ബുക്ക് അവാർഡ് ആൻഡ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു 25 ലാംഗ്വേജസ്. ലോസ് ഏഞ്ചൽസ് ടൈം ബുക്ക് അവാർഡ് വളരെ പ്രശസ്തമായൊരു സാഹിത്യരംഗത്തെ അവാർഡാണ്. ആ അവാർഡും അതുപോലെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഈ നോവലിന്. കൂടാതെ അത് 25 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അമീറ്റാനിൻ്റെ ഏർലി ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ. അമീറ്റാൻ വാസ് ബോൺ ഓൺ ഫെബ്രുവരി 1952 ഇൻ ഓക്ലാൻഡ്, കാലിഫോർണിയ. കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ ജനിച്ചു. ടാൻ ഗ്രൂ അപ്പ് ഇൻ നോർത്തേൺ കാലിഫോർണിയ, ബട്ട് വെൻ ഹെർ ഫാദർ ആൻഡ് ഓൾഡർ ബ്രദർ ബോത്ത് ഡൈഡ് ഫ്രം ബ്രെയിൻ ട്യൂമേഴ്സ് ഇൻ 1966 ഷീ മൂവ്ഡ് വിത്ത് ഹെർ മദർ ആൻഡ് യങ്ങർ ബ്രദർ ടു യൂറോപ്പ്. നോർത്തേൺ കാലിഫോർണിയയിൽ ജനിച്ചു, അവിടെ വളർന്നു. പക്ഷേ അച്ഛനും ഓൾഡർ ബ്രദറും ബ്രെയിൻ ട്യൂമർ വന്ന് 1966 മരണപ്പെട്ടു. ഏകദേശം ഒരു 14-15 വയസ്സുള്ള പ്രായത്തിൽ. ആ പ്രായത്തിൽ അവർ ഷീ മൂവ്ഡ് വിത്ത് ഹെർ മദർ ആൻഡ് യങ്ങർ ബ്രദർ ടു യൂറോപ്പ്. അമ്മയും യങ്ങർ ബ്രദറുമായിട്ട് യൂറോപ്പിലേക്ക് പോയി. വേർ ഷീ അറ്റൻഡഡ് ഹൈസ്കൂൾ ഇൻ മോൺട്രെക്സ്, സ്വിറ്റ്സർലാൻഡ്. അവിടെ സ്വിറ്റ്സർലാൻഡിൽ പഠിച്ചു. ദെൻ ഷീ റിട്ടേൺഡ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ കോളേജ്, അറ്റൻഡിങ് ലിൻഫീൽഡ് കോളേജ് ഇൻ ഒറിഗോൺ, സാൻ ജോസ് സിറ്റി കോളേജ്, സാൻ ജോസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, the University of California at Santa Cruz and University of California at Berkeley. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചെറുപ്പകാലം അമേരിക്കയിൽ കാലിഫോർണിയയിൽ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ചില ട്രാജഡികളുടെ ഭാഗമായിട്ട് അച്ഛൻ്റെയും ബ്രദറിൻ്റെയും ഒക്കെ മരണത്തോടെ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക്, പറയപ്പെട്ട കോളേജുകളിലൊക്കെ ആയിട്ടുള്ള പഠനത്തിന് വേണ്ടി അമേരിക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് വളരെ സീരിയസ് ആയിട്ട് അവരെ ബാധിക്കും. അമീറ്റാൻ ഈസ് എ ഫേമസ് ചൈനീസ് അമേരിക്കൻ റൈറ്റർ. ജോയ് ലക്ക് ക്ലബ് ഈസ് her most celebrated novel. She was the daughter of first generation Chinese settlers John and Daisy Tan. അപ്പോൾ അവർ ഫസ്റ്റ് ജനറേഷൻ ചൈനീസ് സെറ്റിലേഴ്സായ ജോൺ ആൻഡ് ഡെയ്സി, അതായത് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആദ്യ തലമുറയിൽപ്പെട്ട ആളുകളാണ് ജോൺ ആൻഡ് ഡെയ്സി. അവരുടെ മകളാണ് നമ്മളുടെ അമീറ്റാൻ. ഷീ ആൻഡ് ഹെർ ബ്രദേഴ്സ് ഫെയിൽഡ് ടു ബാലൻസ് ദെയർ ചൈനീസ് കൾച്ചർ ആൻഡ് അമേരിക്കൻ കൾച്ചർ.
അപ്പോൾ അവർ അനുഭവിച്ച ഒരു പ്രശ്നം, അവർക്ക് ചൈനീസ് കൾച്ചറും അമേരിക്കൻ കൾച്ചറിൻ്റെ ഇടയിലുള്ള ബാലൻസ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഷീ ഹാഡ് എ കോംപ്ലക്സ് അബൌട്ട് ഹെർ ചൈനീസ് അപ്പിയറൻസ്. അവരുടെ പിക്ചർ നമ്മൾ നേരത്തെ കണ്ടു. അവരുടെ ഒരു ചൈനീസ് അപ്പിയറൻസ് ഉണ്ട്. ആ അപ്പിയറൻസ് അമേരിക്കൻ ഐഡൻറ്റിറ്റിയിൽ അവർക്ക് വലിയ കോംപ്ലക്സ് ഉണ്ടാക്കിയിരുന്നു. ആസ് ഷീ ഗ്രൂ അപ്പ് അമി ബിഗാൻ ഇമിറ്റേറ്റിംഗ് അമേരിക്കൻ ഹാബിറ്റ്സ്. നമ്മൾ പല നേരത്തെ എടുത്ത പോയത്തിലൊക്കെ പറഞ്ഞ പോലെ അവർ അവിടെ വളർന്നു തുടങ്ങുമ്പോൾ സെക്കൻഡ് ജനറേഷൻ അമേരിക്കൻ ഹാബിറ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ അമീറ്റാനും ഇമിറ്റേറ്റ് ചെയ്തു. ഓൾദോ ദ ഓപ്പർച്യൂണിറ്റി പെർസ്യൂ മെഡിസിൻ കെയിം ഹെർ വേ. ഇപ്പോൾ ഈ ലാംഗ്വേജ് അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നമായിരുന്നു. അവരുടെ വീട്ടിൽ സംസാരിക്കുന്ന അമ്മയുടെ ഇംഗ്ലീഷ് ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആയിരുന്നില്ല, ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷ് ആയിരുന്നു. അവർ വീട്ടിൽ ആ ഇംഗ്ലീഷ് സംസാരിക്കുകയും പുറത്ത് മറ്റൊരു ഇംഗ്ലീഷ് സംസാരിക്കേണ്ടിയും വരിക എന്നുള്ള കൺഫ്യൂഷനൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ ഡയസ്പോറകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അവരുടെ മോശപ്പെട്ട ഇംഗ്ലീഷ് എങ്ങനെയാണ് അവരെ ലൈഫിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇത്തരം വിഷയങ്ങളൊക്കെയാണ്. അവരുടെ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം അവരുടെ കൾച്ചറിൽ നിലനിർത്താൻ സഹായിക്കുന്നു, ഒപ്പം തന്നെ പുതിയൊരു കൾച്ചറിനോട് താതാത്മ്യം പ്രാപിക്കാനുള്ള ശ്രമത്തിൽ അതെത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഷീ ചൂസ് ടു സ്റ്റഡി ഇംഗ്ലീഷ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് അറ്റ് കോളേജ്. അപ്പോൾ മെഡിസിൻ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടും ഈ ഭാഷയിൽ അവർക്കുള്ള ഈ പ്രോബ്ലംസ് കൊണ്ട് തന്നെ അവർ ഭാഷ പഠിക്കാനാണ് തീരുമാനിച്ചത്. ഇംഗ്ലീഷും ലിംഗ്വിസ്റ്റിക്സുമാണ് അവർ കോളേജുകളിൽ പഠിച്ചത് എന്നാണ്. ഇനി നമ്മളുടെ മദർ ടങ് എന്ന എസ്സേ, ഈ ആൻറ്റാനിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ് അമീറ്റാനിൻ്റെ ഈ മദർ ടങ് എന്നത്. അമേരിക്കയിൽ കുടിയേറി പാർക്കുന്ന ഈ ഫസ്റ്റ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ്റെ ലാംഗ്വേജ് പ്രോബ്ലംസാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അമീറ്റാന് അനുഭവിക്കേണ്ടി വന്ന ഹെയർ ഓൺ എക്സ്പീരിയൻസ് ഓഫ് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ക്ലാഷസ്, സാംസ്കാരികപരമായ ഭാഷാപരമായ ഇത്തരം സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം സംഘർഷങ്ങളാണ് അവരുടെ ഈ എസ്സേയിൽ അവർ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. വീട്ടിലവർ ഒരു സബ്സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, പക്ഷേ പുറത്ത് പബ്ലിക് സ്പേസിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുന്നു. ദ മിറേഴ്സ് ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റീസ് യങ് വുമൺ ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റുകളിൽ ഇത്തരത്തിലുള്ള ഈ യങ് വുമൻസ് അനുഭവിക്കേണ്ടി വരുന്ന ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റീസിൻ്റെ ക്രൈസിസാണ് ഇതിൽ പറയുന്നത്. നമ്മളുടെ സമ്മറി എസ്സേയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ബീയിങ് എ റൈറ്റർ, അമീറ്റാൻ ഈസ് ഫാസിനേറ്റഡ് ബൈ ലാംഗ്വേജ് ഇൻ ഡെയിലി ലൈഫ്. ഡെയിലി ലൈഫിൽ റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഭാഷയുടെ പ്രയോഗം അമീറ്റാനിനെ വളരെയധികം വിസ്മയിപ്പിക്കുന്നു. അറ്റ് ഹോം ഷീ സ്പീക്സ് ദ ബ്രോക്കൺ ഇംഗ്ലീഷ് ഓഫ് ഹെർ മദർ സ്പീക്സ്. വീട്ടിൽ അവരുടെ അമ്മ സംസാരിക്കുന്ന ബ്രോക്കൺ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഔട്ട്സൈഡ് ഷീ ചേഞ്ചസ് ടു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. പുറത്തിറങ്ങുമ്പോൾ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്യും. ബിക്കോസ് ഓഫ് മദേഴ്സ് ബ്രോക്കൺ ഇംഗ്ലീഷ് ദ ഡോട്ടർ ഓഫൻ ഫേസ്ഡ് വെരി ഓക്വേർഡ് സിറ്റുവേഷൻസ്. അപ്പോൾ ഈ അമ്മയുടെ ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് കാരണം ഈ മകളെപ്പോഴും വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ, അപഹാസ്യമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഷി ഓഫൻ ഫെൽറ്റ് മദേഴ്സ് ഇംഗ്ലീഷ് ഹാഡ് ലിമിറ്റഡ് ഹെർ പോസിബിലിറ്റീസ് ഇൻ ലൈഫ്. ജീവിതത്തിലെ തൻ്റെ സാധ്യതകളെ, പോസിബിലിറ്റീസിനെ ഈ മദർ ടങ് അല്ലെങ്കിൽ അമ്മയുടെ ഭാഷ, അമ്മയുടെ ഇംഗ്ലീഷ്, മാതൃഭാഷയല്ല അമ്മയുടെ ഇംഗ്ലീഷ്, അവരുടെ പോസിബിലിറ്റീസ് ഇൻ ലൈഫ്, ജീവിതത്തിലെ സാധ്യതകളെ പലപ്പോഴും ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്കൊരു ഫീലുണ്ട്. ഇറ്റ് അഫക്റ്റഡ് ഹെർ റിസൾട്ട് ഇൻ മെനി ടെസ്റ്റ്. ഒരുപാട് പരീക്ഷകളിൽ അവളെ അത് ബാധിച്ചിട്ടുണ്ട്. ഹെർ ഇംഗ്ലീഷ് വാസ് നോട്ട് ജഡ്ജ്ഡ് പുവർ ബട്ട് ഇറ്റ് വാസ് നെവർ ഹെർ സ്ട്രോങ് പോയിൻറ്റ്. അതുകൊണ്ട് അവളുടെ ഇംഗ്ലീഷ് അത്ര മോശം ഇംഗ്ലീഷല്ല, പുവർ ഇംഗ്ലീഷല്ല, പക്ഷേ അതത്ര സ്ട്രോങ് ആയിരുന്നില്ല എന്നാണ്. ദോ ഹെർ ടീച്ചേഴ്സ് ഡിഡ് നോട്ട് എൻകറേജ് ഹെർ ഡിസയർ ടു ബിക്കം എ റൈറ്റർ. അതുകൊണ്ട് തന്നെ അവരുടെ ടീച്ചേഴ്സും ഭാഷ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കപ്പാസിറ്റിയെ പരിഗണിച്ചുകൊണ്ട് ടീച്ചേഴ്സൊന്നും അവരെ എന്ത് ചെയ്തില്ല, അത് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ അവരത് പഠിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. ഷീ പെർസിസ്റ്റഡ്. ഇൻ ഹെർ റൈറ്റിങ്സ് ഷീ യൂസ്ഡ് ഓൾ ഇംഗ്ലീഷസ് ഷീ വാസ് ഫെമിലിയർ വിത്ത്. അവൾക്ക് പരിചയമുള്ള എല്ലാ ഇംഗ്ലീഷുകളും അവളുടെ എഴുത്തുകളിൽ ഉപയോഗിച്ചിരുന്നു. സച്ച് ആസ് മദേഴ്സ് ബ്രോക്കൺ ഇംഗ്ലീഷ്,
അമ്മയുടെ ഈ പറഞ്ഞ മുറി ഇംഗ്ലീഷുകൾ, ദ ഇംഗ്ലീഷ് ഓഫ് എർ ഓൺ ട്രാൻസ്ലേഷൻസ് ഓഫ് എർ മദേഴ്സ് ചൈനീസ്, അമ്മയുടെ ചൈനീസിൻ്റെ അവളുടെ ട്രാൻസ്ലേഷനായ ഇംഗ്ലീഷുകൾ, ഓഫ് കോഴ്സ് വെൻ നീഡഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഓൾസോ, ആവശ്യമുള്ളപ്പോൾ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷും അവരെന്ത് ചെയ്തിരുന്നു, അവരുടെ ലേഖനങ്ങളിൽ, അവരുടെ റൈറ്റിങ്സിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ്. വ്യത്യസ്ത ഇംഗ്ലീഷുകൾ അവർ അവരുടെ ഭാഷയിൽ, അവരുടെ കൃതികളിൽ കൊണ്ടുവന്നിരുന്നു എന്നാണ്. അപ്പോൾ മദർ ടങ്ങിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സമ്മറിയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടാവും മിക്കവാറും എല്ലാവരുടെ കയ്യിലും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ ഞാൻ ടെക്സ്റ്റിൻ്റെ, അല്ലെങ്കിൽ പേഴ്സണൽ പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഫോട്ടോ ഇട്ടുതരാം. അതൊന്ന് വായിച്ച് വരണം എല്ലാവരും കൃത്യമായിട്ട്. ഒരു തവണ വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമ്മറി ഡീൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റ വായനയിൽ മനസ്സിലാവണമെന്നില്ല, എങ്കിലും ഒരു തവണ എങ്കിലും അതൊന്ന് വായിച്ചിട്ടുണ്ടാവണം. ഓക്കെ, താങ്ക് യു.